ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 39-ാമത്തെ ആയത്ത്. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് അഗ്നിയുടെ കൂട്ടുകാർ, അവരതിൽ സ്ഥിരവാസികളായിരിക്കും. والذين كفروا وكذبوا بآياتنا أولئك بآياتنا കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 4-5 ഹർക്കത്തിന്റെ അളവിൽ നീട്ടാവുന്നതാണ്. അസ്ഹാബുന്നാർ, നൂനിന് ഷദ്ദ് വന്നിട്ടുണ്ട്, ഗുന്ന ചെയ്യണം. ഹും ഫീഹാ ഖാലിദൂൻ. ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട മനുഷ്യർക്ക് അള്ളാഹുവിൽ നിന്ന് മാർഗദർശനമുണ്ടാവുമെന്നും അത് പിൻപറ്റുന്നവർക്ക് ഭയം ദുരിതമായി തീരാത്തതും ദുഃഖം നിരാശയിലേക്ക് നയിക്കാത്തതുമായ ഒരു ജീവിതം ഭൂമിയിലും ഭയരഹിതവും ദുഃഖമില്ലാത്തതുമായ ശാശ്വത ജീവിതം മരണാനന്തരവും ലഭിക്കുമെന്ന സന്തോഷവാർത്ത നൽകിക്കഴിഞ്ഞു. അത് പിൻപറ്റാത്തതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടി നൽകിയാൽ മാത്രമാണ് ആദ്യ മനുഷ്യർക്ക് നൽകിയ പ്രാഥമികമായ ബോധനം പൂർണ്ണമാവുക. അതാണ് ഈ വചനത്തിൽ നിർവഹിക്കുന്നത്. ദൈവിക മാർഗദർശനത്തിൽ അവിശ്വസിക്കുകയും അതേക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നവർ അഗ്നിയുടെ കൂട്ടുകാരാണെന്നും അവരതിൽ നിത്യവാസികളായിരിക്കുമെന്നുമുള്ള ബോധനം കൂടി ആദ്യ മനുഷ്യർക്ക് നൽകിയിരുന്നുവെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. പ്രവാചക പ്രബോധനങ്ങളിലെല്ലാം നിലനിന്ന സന്തോഷവാർത്ത അറിയിക്കലും മുന്നറിയിപ്പ് നൽകലും ആദ്യ മനുഷ്യൻ മുതൽക്കേ ആരംഭിച്ചിരുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത്. ദൈവികമായ മാർഗദർശനത്തിൽ അവിശ്വസിക്കുന്നവരുടെ സവിശേഷതയായി എടുത്തു പറഞ്ഞിരിക്കുന്നത് അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നവരായിരിക്കുമെന്നാണ്. അംസ യാ അക്ഷരത്രയത്തിൽ നിന്നുണ്ടായ ആയത്തിന്റെ ബഹുവചനമാണ് ആയാത്ത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധിപ്പിച്ചുകൊണ്ടുള്ള അടയാളത്തിനോ പ്രതീകത്തിനോ ചൂണ്ടുപലകയ്ക്കോ ആണ് ആയത്ത് എന്ന് പറയുക. തെളിവ്, ദൃഷ്ടാന്തം, അത്ഭുതം, ഖുർആൻ വചനം എന്നീ അർത്ഥങ്ങളിലെല്ലാം ആയത്ത് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. കേവലമായ അടയാളം, സൂചന എന്ന അർത്ഥങ്ങളിൽ ചിലയിടങ്ങളിൽ ആയത്ത് എന്ന പ്രയോഗം കാണാം. അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചും ആയത്ത് എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ഓരോ പ്രാപഞ്ചിക പ്രതിഭാസവും അള്ളാഹുവിന്റെ അസ്തിത്വത്തിലേക്കും അവന്റെ മാത്രം ആരാധ്യതയിലേക്കുമുള്ള ചൂണ്ടുപലകയാണല്ലോ. പ്രവാചകന്മാർ പ്രബോധിത സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച അമാനുഷിക ദൃഷ്ടാന്തങ്ങളെയും ഖുർആൻ ആയത്ത് എന്ന് വിളിക്കുന്നുണ്ട്. അവ അവരുടെ പ്രവാചകത്വത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ഖുർആൻ വചനങ്ങളെക്കുറിച്ച് ഖുർആൻ തന്നെ ആയത്ത് എന്ന് പറയുന്നുണ്ട്. അതിലെ ഓരോ വചനങ്ങളും അതിന്റെ തന്നെ ദൈവികതയിലേക്കും അതിൽ പ്രതിപാദിക്കുന്നതെല്ലാം സത്യസമ്പൂർണമാണെന്ന യാഥാർത്ഥ്യത്തിലേക്കുമുള്ള ചൂണ്ടുപലകയാണ്. യഥാർത്ഥത്തിൽ ദൈവിക മാർഗദർശനത്തെ പിൻപറ്റാതിരിക്കുന്നവർ ചെയ്യുന്നത് ഈ ആയത്തുകളെയെല്ലാം നിഷേധിക്കുകയാണ്. സ്വശരീരത്തിൽ മുതൽ അനന്തമായ ആകാശത്തിൽ വരെ എഴുതാതെ എഴുതി വച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ആരാധ്യതയെ നിഷേധിക്കുന്നവർ, പ്രവാചകന്മാരെല്ലാം പ്രകടിപ്പിച്ച അമാനുഷിക ദൃഷ്ടാന്തങ്ങളിലൂടെ അവർ മുഴുവനും സ്ഥാപിച്ച യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്നവർ, അവസാനത്തെ വേദഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങൾക്കകത്തും അമാനുഷികതയുടെ അകമ്പടിയോടെ അത്ഭുതകരമായി വിന്യസിച്ചിരിക്കുന്ന ആത്യന്തിക സത്യങ്ങളെ നിഷേധിക്കുന്നവർ. അവിശ്വാസികൾ നിഷേധികളാകുന്നത് അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയെല്ലാം ഹൃദയത്തിൽ നിഷേധിക്കുന്നതിനാലാണ്. അവർ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. അവിശ്വസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് അഗ്നിയുടെ കൂട്ടുകാർ, അസ്ഹാബുന്നാർ എന്നാണ്. സ്വാദ് ഹ ബ അക്ഷരത്രയത്തിൽ നിന്നുണ്ടായ സ്വാഹിബിന്റെ ബഹുവചനമാണ് അസ്ഹാബ്. കൂട്ടുകാരൻ, സഹവാസി, സഹായി എന്നീ അർത്ഥങ്ങളാണ് സാഹിബിനുള്ളത്. പാപികൾക്ക് നൽകാനിരിക്കുന്ന നരകാഗ്നിയാണ് ഇവിടെ അന്നാർ പറഞ്ഞതുകൊണ്ടുള്ള വിവക്ഷ. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അവകാശികളെക്കുറിച്ച് ഖുർആൻ യഥാക്രമം അസ്ഹാബുൽ ജന്ന എന്നും അസ്ഹാബുന്നാർ എന്നും പറയുന്നത് കാണാം. 59-ാം അധ്യായം 20-ാം വചനം. ഈ പ്രയോഗങ്ങളിൽ നിന്ന് തന്നെ നരകാവകാശികളെയും സ്വർഗാവകാശികളെയും കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രാമാണികമായ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അസ്ഹാബുന്നാറിന് നൽകിയിട്ടുള്ള വിവക്ഷ അഹ്ലുന്നാർ എന്നാണ്.
നരകാവകാശികൾ എന്നോ അഗ്നിയുടെ ആളുകൾ എന്നോ എല്ലാമാണ് സാധാരണയായി ഇതിന് നൽകുന്ന പരിഭാഷ. സ്വാഹിബ് എന്ന് ഏകവചനമായി 10 തവണ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. 4-ാം അധ്യായം 36-ാം വചനം, 7-ാം അധ്യായം 184-ാം വചനം, 9-ാം അധ്യായം 40-ാം വചനം, 18-ാം അധ്യായം 34-ാം വചനം, 18-ാം അധ്യായം 37-ാം വചനം, 34-ാം അധ്യായം 46-ാം വചനം, 53-ാം അധ്യായം 2-ാം വചനം, 54-ാം അധ്യായം 29-ാം വചനം, 68-ാം അധ്യായം 48-ാം വചനം, 81-ാം അധ്യായം 22-ാം വചനം. ഈ വചനങ്ങളിലെല്ലാം കൂട്ടുകാരൻ എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം. കൂട്ടുകാരി എന്ന അർത്ഥത്തിൽ ഭാര്യയെ ഉദ്ദേശിച്ചുകൊണ്ട് സ്വാഹിബത്ത് എന്ന് 3 തവണയും ഖുർആനിലുണ്ട്. 70-ാം അധ്യായം 12-ാം വചനം, 72-ാം അധ്യായം 3-ാം വചനം, 80-ാം അധ്യായം 36-ാം വചനം. മൂസ ഖിദർ സംഭാഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനി ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല എന്ന മൂസാ നബി പറഞ്ഞതായി ലാ തുസാഹിബ്നി എന്നാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത്. കൂട്ടുകാരനാക്കുക എന്നാണ് ഈ ക്രിയയുടെ അർത്ഥം. അസ്ഹാബ് എന്ന ബഹുവചനമുള്ള 78 സ്ഥലങ്ങളിൽ മിക്കതിലും നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ആളുകളെ കുറിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത്. കൂട്ടുകാരെക്കുറിച്ച് നേർക്കുനേരെ അസ്ഹാബ് എന്ന് വിളിച്ച സന്ദർഭങ്ങളുണ്ട്. 6-ാം അധ്യായം 71-ാം വചനം, 26-ാം അധ്യായം 61-ാം വചനം. സഹവാസികൾ എന്ന നിലയിൽ പ്രത്യേക നാട്ടുകാരെ ഉദ്ദേശിച്ചുകൊണ്ടും ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അസ്ഹാബ് മദിയൻ 9-ാം അധ്യായം 70-ാം വചനം, അസ്ഹാബുൽ ഐക്ക 15-ാം അധ്യായം 78-ാം വചനം എന്നിവ ഉദാഹരണം. അസ്ഹാബുന്നാർ എന്ന പ്രയോഗത്തെ അഗ്നിയുടെ കൂട്ടുകാരെന്നോ അഗ്നിയുടെ ആളുകളെന്നോ പരിഭാഷപ്പെടുത്താമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. നരകത്തിന്റെയും സ്വർഗത്തിന്റെയും അവകാശികളായവരെക്കുറിച്ച് അവയുടെ അഹിൽ എന്നല്ല സ്വാഹിബ് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. അഹിൽ സ്വാഭാവികതയെയും സ്വാഹിബ് തെരഞ്ഞെടുപ്പിനെയും സൂചിപ്പിക്കുന്നു. സ്വർഗമോ നരകമോ ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നതല്ല. തങ്ങളുടെ സമീപനങ്ങളിലൂടെയും കർമ്മങ്ങളിലൂടെയും ഓരോരുത്തരും തെരഞ്ഞെടുക്കുന്നതാണെന്ന് വ്യക്തമാക്കുന്നതാണ് അസ്ഹാബ് എന്ന പ്രയോഗം. സ്വർഗം തെരഞ്ഞെടുക്കുന്നവർ അതിനെയും നരകം തെരഞ്ഞെടുക്കുന്നവർ അതിനെയും കൂട്ടുകാരാക്കുന്നവരാണ് എന്നതിനാലാണ് അസ്ഹാബുന്നാർ എന്ന പദദ്വയത്തിന് അഗ്നിയുടെ കൂട്ടുകാർ എന്ന അർത്ഥം നൽകിയിരിക്കുന്നത്. നരകത്തിൽ എറിയപ്പെടുന്നവർ അവിടെ എത്തിപ്പെടുന്നത് ആരും നിർബന്ധിച്ച് നരകത്തിലാക്കിയത് കൊണ്ടല്ല, അവർ അത് സ്വയം തെരഞ്ഞെടുത്തതാണ് എന്ന വസ്തുത വ്യക്തമാക്കുന്നതാണ് ഈ പ്രയോഗം. സ്വന്തം ചങ്ങാതിയെ ഓരോരുത്തരും തെരഞ്ഞെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ സ്വയം തെരഞ്ഞെടുത്ത് നരകത്തിൽ എത്തിപ്പെടുന്നവർ പിന്നെ അവിടെ തന്നെ കഴിയേണ്ടി വരുമെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ വചനം അവസാനിക്കുന്നത്. നരകത്തെ സ്വന്തം കൂട്ടുകാരനായി തെരഞ്ഞെടുത്തത് അവിശ്വാസികൾ തന്നെയാണ്. അങ്ങനെ തെരഞ്ഞെടുത്തവർക്ക് അവിടെ നിത്യവാസം ഒരുക്കുക മാത്രമാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത്.